ഹായ്, ഇന്നെനിക്ക് ഒരു കേരള PSC എക്സാം ഉണ്ടായിരുന്നു കേട്ടോ. 18 ശനിയാഴ്ച അപ്പോൾ ഒരു എക്സാം ഉണ്ടായിരുന്നു. 10th പ്രിലിംസിൻ്റെ എക്സാം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് രാവിലത്തെ സെക്ഷനായിരുന്നു. തലേ ദിവസം ഒന്നും ഞാൻ ഹോൾ ടിക്കറ്റ് നോക്കിയില്ല. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ അതുവരെ ഉച്ചയ്ക്കായിരിക്കും എക്സാം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഹോൾ ടിക്കറ്റ് നോക്കിയപ്പോഴായിരുന്നു രാവിലത്തെ സെക്ഷനിലാണ് എക്സാം എന്ന് കണ്ടത്. അപ്പോഴാണ് ശരിക്ക് നോക്കിയത് കേട്ടോ ഹോൾ ടിക്കറ്റ്. എല്ലാവരും ശ്രദ്ധിക്കണേ, എൻ്റെ അബദ്ധമൊന്നും ആർക്കും വരരുത് കേട്ടോ. ഞാൻ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എപ്പോഴും ഞാൻ ഹോൾ ടിക്കറ്റൊക്കെ ശരിക്കും നോക്കാറുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ ഞാൻ ഉച്ചയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് നെവർ മൈൻഡ് ആക്കി വിട്ടു. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ശ്രദ്ധിച്ചത് അത് രാവിലത്തെ സെക്ഷനിലായിരുന്നു എന്ന്. അങ്ങനെ അത് കണ്ട് പിന്നെ ഒരു മടിയൊക്കെ തോന്നി, പോണോ പോണ്ടേ. കാരണം ഒട്ടും പ്രിപ്പയർഡും അല്ല എക്സാമിന് പോവാനുള്ളത്. പിന്നെ വിചാരിച്ചു മഴ ഇല്ലെങ്കിൽ എക്സാമിന് പോവാം. അങ്ങനെ ഞാൻ എക്സാമിന് പോയി. മഴയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സുഖമായിട്ട് എക്സാമിന് പോകാൻ പറ്റി. അപ്പം നമുക്ക് രാവിലെ ഞാൻ ഒരു 10 മണീൻ്റെ മുന്നേ എത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 9:45 ആയപ്പോൾ ഞാൻ സ്കൂളിലെത്തി കേട്ടോ. 10 മണി ആയപ്പോൾ മാത്രമേ സ്കൂളിൻ്റെ നമുക്ക് ക്ലാസ് റൂമിലേക്ക് അവർ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. 10 മണിക്ക് ആയപ്പോൾ ബാഗൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ സ്കൂളുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയി 20 മിനിറ്റ് പിന്നെ നമുക്ക് അവിടെയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിയുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ അറിഞ്ഞാലും ചില ക്വസ്റ്റ്യൻസ് അറിയും, പക്ഷെ കൺഫ്യൂഷൻസ് ആൻസറുകൾ ധാരാളം ഉണ്ട്. അപ്പം ചിലപ്പോൾ തെറ്റും, ചിലതറിയും ചിലതറിയാത്ത പറയുന്നുണ്ടല്ലോ ഒരു ഡയലോഗ്. ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ ആൻസർ എഴുതിയില്ല കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് എഴുതിയില്ല. പിന്നെ രണ്ടാമത്തെ കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ GV രാജ എന്നാണ് അവാർഡ് എഴുതിയത്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീന മലയാളം ആരുടെ രചനയാണ്. ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്. ഒഡീഷ എഴുതി. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണ എഴുതി. പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ. കൊൽക്കത്ത എന്നാട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി ശക്തൻ തമ്പുരാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9. കുറേ ഞാൻ വിട്ടുണ്ട് കേട്ടോ, കുറേത് തെറ്റും ചെയ്തിട്ടുണ്ട്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. പിന്നെ എണ്ണപ്പാട അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് എഴുതിയത്. പഞ്ചപ്രയാഗ് സ്ഥിതി ഉത്തരാഖണ്ഡ് ഹിമാലയ എഴുതി. പിന്നെ എഴുതിയത് 18ാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത എഴുതിയത് ഞാൻ കൊങ്കൺ പാത കേട്ടോ. ആൻസർ വന്നത് പീർ പഞ്ചൽ പാതയാണ്. പിന്നെ അതേപോലെ തന്നെ സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് ഞാൻ എഴുതിയത് രാം സേതു ആയിരുന്നു, പക്ഷെ ഉത്തരം വന്നത് അമാൻ സേതു ആയിരുന്നു. അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് വന്നതോടുകൂടി അതങ്ങനെ പോയി. പിന്നെ അടുത്തത് ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, അതും എനിക്ക് തെറ്റിപ്പോയി ആൻസർ. പിന്നെ അടുത്ത തെറ്റായതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നുള്ളത്. അത് ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു. നെഹ്റു ആണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാസമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇത് അതേപോലെ തന്നെ ഇത് ശരിയാണെന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോൾ വന്നിട്ട് ആൻസറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് താഴെ പറയുന്നത് കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായ വ്യക്തി ആരെന്ന് പറഞ്ഞപ്പോൾ C രാജഗോപാലാചാരിയാണ് ആൻസർ.
ഞാൻ എഴുതിയത് എം വിശ്വേശ്വരയ്യ, അവിടെ തെറ്റി. പിന്നെ ഡോക്ടർ KN രാജുവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന, അതും തെറ്റിപ്പോയി. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരനായക, പിന്നെ PSCക്ക് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ് അരുണ ആസഫ് അലി. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്ന അർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര്? അത് ശരിയായിരുന്നു, ബർദോളി. പിന്നെ ചപ്പാത്തി പ്രസ്ഥാന സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരം. എനിക്ക് അറിയായിരുന്നു, പക്ഷെ അത് ക്വിറ്റ് ഇന്ത്യ സമരം എഴുതിപ്പോയി. പിന്നെ അതേപോലെ തന്നെ സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി, അതറിയില്ല, അതുകൊണ്ട് ഞാൻ ജഗ്ജീവൻ റാം എന്ന് കറക്കി കുത്തി എഴുതി. ആൻസർ വന്നത് റാഫി അഹമ്മദ് കിത്തായി എന്നാണ്. പിന്നെ ആത്മവിദ്യാസംഘം, പിന്നെ നമുക്കറിയാം വാഗ്ഭടാനന്ദൻ. പിന്നെ അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനയിൽ ഉൾപ്പെടുത്താത്തത് ഏത്? അത് ആൻസർ വന്നത് സിറ്റിസൺ ഫോർ ഡെമോക്രസിയാണ്. പിന്നെ അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം? 1947 ജൂലൈ 22. പിന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരിനായർ എഴുതി. പിന്നെ ഇത് തെറ്റിപ്പോയി, എനിക്ക് അറിയായിരുന്നു കേട്ടോ. 4A എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങളാണ്, ഞാൻ എഴുതിയ നിർദ്ദേശമോ തത്വമായിപ്പോയി, സാരമില്ല. പിന്നെ ബാധിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കാനുള്ള സമ്മേളനം എന്ന് പറയുന്നത് ആലുവ, അറിയായിരുന്നു. പിന്നെ ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശം, അത് തെറ്റിപ്പോയി. അങ്ങനെ കുറേ ശരിയായി കുറേ തെറ്റായി, അതാണ് ഇന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. പിന്നെ 38 നമ്മുടെ മൗലിക കർത്തവ്യങ്ങളാണ്, അത് മൊത്തം ശരിയായിരുന്നു, അതുകൊണ്ട് ആ 4ാമത്തെ ഓപ്ഷനാണ് കൊടുത്തത്. പിന്നെ 39 കുഴപ്പമുണ്ടായിരുന്നില്ല, അതും ശരിയായിരുന്നു, വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 40 എന്ന് പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ വിട്ടു. പിന്നെ മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ ആയിരുന്നു, അത് ശരിയാട്ടോ, അതെനിക്കറിയായിരുന്നു. പിന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. പിന്നെ ആസാമിലെ നടന്ന 79 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് എനിക്ക് തോന്നുന്നു സർവീസസ് ആണ്, പക്ഷെ ഞാൻ എഴുതിയില്ല. പിന്നെ എല്ലാ ഓപ്ഷനും കൂടി നോക്കിയപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ട് അത് എഴുതിയില്ല. പിന്നെ കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, അതറിയാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, അതറിയാം. 5 വണ്ണം വാണിജ്യ സംഘമാണ്. ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മല. പിന്നെ തട്ടേക്കാട്, അറിയുന്നൊരു സാധനം തെറ്റിച്ച് ഇടുക്കി എഴുതി, എറണാകുളമായിരുന്നു. പ്രാചീന തുറമുഖം മുസിരീസ് കൊടുങ്ങല്ലൂരാണ്. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട്. പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ആറ്റിങ്ങലായിരുന്നു. കുളച്ചൽ യുദ്ധത്തിന് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയി ആയിരുന്നു, അതൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ അടുത്തത് താഴെ തന്നിരിക്കുന്നത് പരസ്പര ബന്ധമില്ലാത്തത് C ആട്ടോ ആൻസർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 54 അതും കറക്റ്റായിരുന്നു, ആൻസർ B ആയിരുന്നു. പിന്നെ 55 ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമീൻ്റെ വേദാധികാര നിരൂപണം, കറക്റ്റായി. പിന്നെ 56 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായതാണ്. അതിന് ആൻസർ വരുന്നത് 2ഉം 4ഉം ആണ് തെറ്റായിട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപക അയ്യങ്കാളി. പിന്നെ ആഴമേറും, അത് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എഴുതിയില്ല. പിന്നെ 59 ഗോത്രവർഗ കലാപം ഉൾപ്പെടാത്തത് മാപ്പിള കലാപമായിരുന്നു ഇതിൽ. പിന്നെ 60 അത് ശരിയായിരുന്നു, പഴശ്ശി കലാപത്തെക്കുറിച്ചുള്ളതായിരുന്നു. പിന്നെ 61 എനിക്കറിയില്ലായിരുന്നു. 62 ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിൻ്റെ സങ്കരയിനെന്നാണ് ചോദിച്ചത്, അത് നെല്ല ഞാൻ എഴുതിയത്, പക്ഷെ പയറായിരുന്നു ആൻസർ ഉണ്ടായിരുന്നത്. പിന്നെ 63 ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പൊതുവേ ഇഷ്ടമല്ല, അറിയൂല, അതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ 65 ഡോട്ട്സ് ക്ഷയത്തിൻ്റെ ആയിരുന്നു. പിന്നെ 66 ഞാൻ എഴുതിയില്ല. 67 പിന്നെ കണ്ടൽക്കാടുകൾക്കിടയിലുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കല്ലേൻ പൊക്കുടൻ്റെ ആയിരുന്നു. പിന്നെ മനുഷ്യ ശരീരത്തിൽ ഏതും ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത് എന്ന ക്വസ്റ്റ്യന് ആൻസർ മെലാറ്റോണിനാണ്, എഴുതിയത് കോർട്ടിസോളായിരുന്നു. പിന്നെ 69 എഴുതിയില്ല, 70 എഴുതിയിട്ടില്ല.
പിന്നെ 71 ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? ഞാൻ ബി ആട്ടോ ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 73 എഴുതി അത് തെറ്റായിപ്പോയി. ആൻസർ സെല്ലുലോസാണെന്നാണ് പറയുന്നത്. പിന്നെ 76 കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ ആണ്. പിന്നെ 77 കുതിരശക്തിൻ്റെ വാട്ടാണ് ചോദിച്ചാൽ 746 എഴുതി. പിന്നെ 80 അത് വലിയൊരു തെറ്റുപറ്റി. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില എന്ന് പറയുന്നത് ഇത് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ എഴുതിയതാട്ടോ. ചിലപ്പോൾ ശരിയായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എഴുതിയതാണ് 100 ഡിഗ്രി സെൽഷ്യസ്. അത് പൊട്ട തെറ്റായിപ്പോയി. അത് വെറും 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടായിരുന്നത്. അതാണ് ആൻസർ. ലാസ്റ്റ് മൊമെൻറ്റിൽ എഴുതിയ ആൻസർ പൊട്ട തെറ്റായിരുന്നു. പിന്നെ മാത്സാണ്. സത്യത്തിൽ മാത്സിൽ ഞാൻ വളരെ വീക്കാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടോ, അതും എക്സാം ഹാളിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ആൻസർ കിട്ടുകയെന്ന് എനിക്കറിയില്ല. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലേ അറിയാം. ഇനി അതിൽ സ്ഥലമില്ല എഴുതാൻ. കണ്ടോ, ഫുൾ ഞാൻ ഇവിടെയും അവർ തന്ന പേപ്പറും ഒക്കെ കംപ്ലീറ്റാണ്. എനിക്ക് ഇത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. എങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുപിടിച്ച് കൂട്ടിയ ആൻസറുകൾ അതൊക്കെ. അതിൽ കുറേ എണ്ണം ശരിയായി, കുറേ എണ്ണം തെറ്റായിട്ടോ, ചിലത് അറിയാത്തതുണ്ട്. ഇതിൽ 81 ഒക്കെ കണ്ടുപിടിച്ചു ഞാൻ. കണ്ടോ, 3, 5, 17, 31 ആൻസർ വന്ന 63. പിന്നെ ഇത് 82 ബി ആയിരുന്നു. പിന്നെ 82 ബി, 83 ഡി ആയിരുന്നു. പിന്നെ 84 കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേനെ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പൊതുവേ മാത്സ് എനിക്ക് വളരെ വീക്കാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, ഈ 2 സബ്ജക്റ്റ് ഞാൻ വളരെ വീക്കാണ്. ഇംഗ്ലീഷില്ലാത്ത എത്രയോ നന്നായി എന്ന് ഞാൻ വിചാരിച്ചു. അതേപോലെ തന്നെ മാത്സൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നതായിരുന്നു. ഇതെനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇത് തെറ്റി, ജസ്റ്റ് മിസ്സായിപ്പോയി ആൻസർ. ഇതും തെറ്റി. അതേപോലെ തന്നെ 86, 87 തെറ്റി. പിന്നെ ക്ലോക്കിൻ്റെ കണക്ക് അറിയായിരുന്നു, പക്ഷെ നോക്കാതെ പോയതുകൊണ്ടേ മിസ്സായിപ്പോയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 0 എന്നാണ് എഴുതിയത്. 5x - 1 90. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അത്രത്തോളം വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 91 4 ആണ്. അത് ശരിയായിരുന്നു. 93 ശരിയാണ്. പിന്നെ അതേപോലെ തന്നെ 94 ശരിയാണ്. 95 ശരിയായിരുന്നു. പിന്നെ 97 ശരിയായിരുന്നു. പിന്നെ 98 ശരിയായിരുന്നു. പിന്നെ 100 തെറ്റായി. ആൻസർ എനിക്ക് 240 കിട്ടിയത്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 15 ആണെന്നൊക്കെയാണ് തോന്നുന്നത്, യൂട്യൂബിലൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് 240. അപ്പോൾ ഇന്നത്തെ PSC എക്സാം കഴിഞ്ഞു. കുറേ ദിവസമായിട്ട് ഇന്നത്തെ എക്സാമാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ അറിയുന്ന ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് അറിയാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് ഞാൻ എഴുതാത്ത ക്വസ്റ്റ്യൻസും ഉണ്ട്. ഒരു മിക്സായ രൂപത്തിലുള്ള ഒരു എക്സാമായിരുന്നു ഇന്ന്. പൊതുവേ നോക്കുകയാണെങ്കിൽ ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എക്സാമിന് വളരെ കട്ട് ഓഫ് കൂടുതലും ആവും. പ്രിലിംസും കൂടിയല്ലേ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്തായാലും മൊത്തത്തിൽ എളുപ്പമായിരുന്നു, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നു, നല്ലതാണ് ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ. നമ്മൾ പഠിച്ചില്ല എന്നുള്ള തെറ്റും മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. പഠിച്ചവർക്ക് ഇത് നന്നായിട്ട് ഈസി ആയിട്ട് കിട്ടാവുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയായിരുന്നു. ഇതാണ് ഇന്നത്തെ എൻ്റെ എക്സാമിൻ്റെ കഥ.